15 വയസ്സുള്ള മറിയം തന്റെ മലന്റെ താഴെയുള്ള ഹിറാത്ത് എന്ന നാട് കാണാൻ വേണ്ടിയിട്ട് തന്റെ ഉപ്പാനും കാത്തിരിക്കുകയാണ്. കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ ഉപ്പ വരുന്നില്ല. അപ്പോഴാണ് മറിയംക്ക് മനസ്സിലായത് തന്റെ ഉപ്പ വരാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ആ മലയിൽ ഇറങ്ങി വരാ എന്ന് വിചാരിക്കാണ്. തന്റെ ഉമ്മ പറഞ്ഞിക്കുന്നു മലന്റെ താഴേക്ക് നീ പോയാ ഞാൻ ഉണ്ടാവൂല എന്ന് പറഞ്ഞിക്കുന്നു. എന്നാലും മറിയം തന്റെ ഉമ്മാനും വിട്ടിട്ട് ഹിറാത്ത് എന്ന സ്ഥലത്തോട്ട് ഇറങ്ങി വരികയാണ്. ഹിറാത്തിൽ എത്തിയപ്പോഴാണ് മറിയമ്മക്ക് മനസ്സിലായത് തന്റെ ഉപ്പ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാള് അല്ല എന്നുള്ളത്. അപ്പോഴാണ് മറിയമ്മക്ക് തന്റെ ഉപ്പാന്റെ ബിലാൽ എന്ന ഉപ്പാന്റെ വീട്ടിന്റെ പുറത്തായിരുന്നു അന്ന് മറിയം അവിടെ ഉറങ്ങിയിരുന്നത്. ഒന്നും അറിയാത്ത മറിയം അടുത്ത ദിവസം രാവിലെ എല്ലാവരും പോകാൻ പറഞ്ഞിട്ടും മറിയം പോകാൻ തയ്യാറായില്ല. അപ്പോഴാണ് മറിയം ബിലാൽ ഇല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ബിലാലിനെ കാണുന്നത്. അപ്പോൾ മറിയമ്മക്ക് മനസ്സിലായി തന്റെ ഉപ്പാക്ക് താൻ അത്രക്കും സ്നേഹിച്ച ഉപ്പാക്ക് തന്റെ മേലെ ഇഷ്ടമില്ല എന്നുള്ളത്. മറിയമ്മനെ വാഹനത്തിൽ കയറ്റി മറിയമ്മനെ വീണ്ടും മലന്റെ മോൾക്കെന്നെ കൊണ്ടാക്കി. അവിടെ എത്തിയപ്പോഴാണ് മറിയമ്മിന്റെ ഉമ്മ മറിയമ്മിനെ തന്റെ ജീവനേക്കാളും ഇഷ്ടപ്പെട്ട് മറിയമ്മിന്റെ ഉമ്മ മറിയം പോയ സങ്കടത്തിൽ തന്റെ ജീവിതം അവിടെ അവസാനിച്ചത്. ഇത് 1000 Splendid Suns എന്ന ബുക്കത്തെ ഒരു ഭാഗമാണ്. ഈ കണ്ണ് പോയാലാ കണ്ണിന്റെ വില അറിയാന്ന് പറയില്ലേ, മറിയമ്മിനെ അത്രക്കും സ്നേഹിച്ചിരുന്നു തന്റെ ഉമ്മ. എന്നാലും അത് വിശ്വസിക്കാത്ത മറിയമ്മിന്റെ ഉമ്മാനെ നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ആളായാലും ഒരു സാധനമായാലും എന്തായാലും അത് ഇല്ലാണ്ടാകുമ്പോഴാണ് അതിന്റെ വില നമുക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉള്ള എല്ലാത്തിനും എല്ലാ ആൾക്കാരും നമ്മളെ ഉമ്മയായാലും ഉപ്പായാലും അവരൊക്കെ ഉണ്ടാകുമ്പോ അവരെ സ്നേഹിക്കുക. അവരെ നഷ്ടപ്പെട്ടതിന് ശേഷം സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ബട്ട് നമുക്കിപ്പോഴും ടൈമുണ്ട്.